വെച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ആരോപണം ഒന്നിന് പിറകെ ഒന്നായി പുറത്തു വന്ന് ഒരു നിക്കക്കള്ളിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ രാജി വെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും അത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള രാജിയാണെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ ഒരു നാടകീയ മുഹൂർത്തം സൃഷ്ടിക്കാൻ കൂടി നേതാക്കന്മാർ കൂട്ടുനിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതല്ല, ഞങ്ങൾ നേരത്തെ ഉയർന്ന ആരോപണങ്ങളിൽ ഇപ്പോൾ കൊല്ലമൊക്കെ താങ്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, എം മുകേഷിന്റെ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എം മുകേഷിനൊക്കെ എന്തൊക്കെ പ്രസംഗം നടത്തിയ നേതാവാണ് ഇത് എന്ന് ഓർക്കണം. വാട്സപ്പിലും മറ്റ് എല്ലാ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എല്ലാവരുടെയും പുറകെ ഇങ്ങനെ നടക്കുന്ന ആളാണ് അന്ന് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞതെന്ന് ഓർക്കണം. അപ്പോൾ ഞങ്ങൾ പ്രസിഡൻസ് നോക്കുന്നില്ല, അതാ ഇവിടെ ഞങ്ങൾ നടപടിയെടുക്കുന്നു. നേരത്തെ ആരും MLA സ്ഥാനം രാജിവെച്ച ചരിത്രമില്ല എങ്കിൽ ഞങ്ങൾ പറയുന്നു, ആവശ്യപ്പെടുന്നു എന്ന് ധൈര്യപൂർവ്വം പറയാൻ ഒരു ഇലക്ഷൻ വർഷത്തിൽ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് വസന്ത് അതിനുള്ള ന്യായീകരണം? നിങ്ങൾ 4 പേർക്ക് മറുപടി പറയാൻ എനിക്ക് സമയം അനുവദിക്കണം. ഒന്ന്, ശ്രീ രേണുകയ്ക്ക് കൃത്യമായി അറിയാം, ജിതിൻ ദേവിന് അറിയില്ല എന്ന് തോന്നുന്നു. 4 വർഷത്തിലേറെയായി ഔദ്യോഗികമായി പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞാൻ ചർച്ചകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് അന്നു മുതൽ ഇന്ന് വരെ ന്യൂസ് 18 ഇരുന്നിട്ടുണ്ട്. എന്റെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തെയോ അദ്ദേഹം ചെയ്ത തെറ്റ് ചെയ്തു എന്ന് നാളെ പ്രൂവ് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ നിലവിലെ അവസ്ഥയിൽ അങ്ങനെയാണല്ലോ, ആ തെറ്റിനെ ന്യായീകരിക്കാനോ എന്നെ കിട്ടില്ല എന്നും ഞാൻ അതിനല്ല വന്നിരിക്കുന്നു എന്നും ക്ലിയറായി മനസ്സിലാക്കിക്കോ. തുറന്നു പറയാൻ ധൈര്യം കാണിച്ചവരുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പറയാം. ഒന്ന്, പാർട്ടിയുടെ നിലപാട് പറയുക എന്നുള്ളതാണ്. 2, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ നിലപാട് സ്വീകരിക്കേണ്ടടുത്ത് കൃത്യമായി സ്വീകരിച്ചു പോന്നിട്ടുമുണ്ട്. അത് തുടക്കം തൊട്ടേ ഉള്ളൂ. അത് കൃത്യമായി രേണുകയ്ക്ക് അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടതുപക്ഷവും BJPയും പറയുന്നത് രാഷ്ട്രീയമാണ്. സ്വാഭാവികമായും ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുക എന്നുള്ളത് പാർട്ടിയുടെ നിലപാടാണ്. രാഹുലിന്റെ വിഷയം സെപ്പറേറ്റ്ലി മാറ്റി നിർത്തുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ജിതിൻ ദേവ് പറഞ്ഞു, വസന്ത് വരൂ ഞങ്ങൾ രാഹുലിനെ എന്ന് പറയൂ എന്ന് പറയുന്നത് പോലെ അങ്ങ് വരൂ ഞങ്ങൾ ബ്രിജ്ഭൂഷണെ മാറ്റി നിർത്തി എന്ന് പറയൂ എന്ന് പറയുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? എന്താ ഞങ്ങൾ ബ്രിജ്ഭൂഷണെ മാറ്റി നിർത്തിയിരിക്കുന്നു, ഔദ്യോഗികമായി പരാതി ഞാൻ പറഞ്ഞല്ലോ. അതൊരു ഉത്തരവാദിത്തമല്ല, അതൊരു മുട്ടാപ്പോക്കെന്നേ പറയാൻ പറ്റുള്ളൂ ശ്രീ വസന്ത് തെങ്ങുംപള്ളി. കാരണം മറ്റൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റിനെ ന്യായീകരിക്കേണ്ടതില്ല. നേരത്തെ MLA സ്ഥാനം രാജിവെച്ച ചരിത്രമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ വെക്കില്ല എന്ന് പറയുന്നതൊക്കെ ഒരു മുട്ടാപ്പോക്കാണെന്നേ പറയാൻ പറ്റൂ. അല്ലെന്നേ രേണു, ഇത് എന്റെ വാദം ബാലൻസിങ് അല്ലെന്നേ. എന്റെ വാദം നോക്കൂ, ഞങ്ങൾ വളരെ ക്ലിയർ ആയി സംഘടനാ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അയാൾ രാജിവെച്ചു. സംഘടനാ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വളരെ ക്ലിയർ ആയി 10:30-നും 11:00-നും ഇടയ്ക്ക് നിങ്ങളെ കാണുമ്പോൾ പറയുന്നു. 1:30-ക്ക് അയാൾ രാജിവെക്കുന്നു. മാനസപുത്രനായി കൊണ്ട് നടന്ന അനുജനെന്ന് സമൂഹ മാധ്യമത്തിന് മുന്നിൽ വന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നറിയത്തില്ല. ആ രീതിയിൽ സംരക്ഷിച്ച, പരാതി മകളെപ്പോലെ കരുതുന്ന ആൾ പരാതി കിട്ടിയിട്ടും സംരക്ഷണം ഒരുക്കിയ, സ്ഥാനക്കയറ്റം ഉറപ്പാക്കിയ വ്യക്തിയാണ് പറയുന്നത് എന്ന് കൂടി പറയണം. അതാരാണെന്ന് അവർ പറഞ്ഞത് പിതൃതുല്യനായി ഞാൻ കണ്ടു എന്നാണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത്. ആ പിതൃതുല്യന്റെ വേണ്ടി കൈപൊക്കിയ M മുകേഷാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നു. പിതൃതുല്യനായി കണ്ടു എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ഇവരിപ്പോ രണ്ടുപേരും പറഞ്ഞല്ലോ, റിനി പറയുന്നു എനിക്ക് പിതൃതുല്യനാണ് എന്ന്, മകളെ പോലെയാണെന്ന് VD സതീശനും പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു മകളെ പോലെ എന്ന് കരുതുന്ന യുവതി പറഞ്ഞ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു? 3.5 വർഷം എന്ത് നിലപാട് സ്വീകരിച്ചു? ആ പെൺകുട്ടിക്ക് വന്ന് പുറത്തു നോക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വന്നു. അതിനുശേഷം പിറ്റേന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ മാസ് ഡയലോഗ് അടിച്ചത് എന്നതാണ് പറഞ്ഞത്. നോക്കൂ, അത് ഇതിന്റെ ഇടയ്ക്ക് രണ്ടുപേരും കൂടെ ഇടപെടരുത്. ഞാൻ പറഞ്ഞത് പിതൃതുല്യനായി കാണുന്നുവെന്ന് പലരും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടെന്നേ. അവർ റിട്ടേൺ പരാതി കൊടുത്തിട്ടുണ്ടെന്നേ. ആ റിട്ടേൺ പരാതി കൈകാര്യം ചെയ്യേണ്ടത് ഈ സംസ്ഥാനത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആൾ മൗനം പാലിച്ചിട്ടുണ്ടെന്നേ. ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പവറോ പോലീസ് സ്റ്റേഷനുകളൊന്നും ഞങ്ങളുടെ കൺട്രോളിൽ ഇല്ല. അത് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ അനു ടീച്ചർ പറഞ്ഞതിനോട് പൂർണ്ണാർത്ഥത്തിൽ യോജിക്കുകയാണ്. നോക്കൂ, ഒരു പരാതിയുമായി മുമ്പോട്ട് വരുമ്പോൾ അവർ ഇട്ട ഡ്രസ്സിന്റെ പേരിലോ അല്ലെങ്കിൽ അവർ നേരത്തെ നടത്തിയ ഏതെങ്കിലും ഇൻസ്റ്റഗ്രാം റീലുകൾ എടുത്തുകൊണ്ടോ അവരുടെ ഏതെങ്കിലും സിനിമയിലെ രംഗങ്ങൾ എടുത്തുകൊണ്ടോ വന്ന് അത് ന്യായീകരിക്കാൻ, അതിനെ കോപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ്സുകാരാണെങ്കിലും അത് തെറ്റാണ്. വളരെ ക്ലിയർ ആയി രാജ്യത്തിന്റെ നിയമസംഹിതയും നമ്മളും എല്ലാം പറയുന്നത്, ഒരു സ്ത്രീ 10 തവണ ഒരാൾക്ക് കൺസെന്റ് കൊടുത്തു, 11ാമത്തെ തവണ അവർ നോ പറഞ്ഞാൽ അത് നോ തന്നെയാണ് എന്നാണ് എന്റെ നിലപാട്. മനസ്സിലായോ? 10 തവണ കൺസെന്റ് കൊടുത്തു, 11ാമത്തെ തവണ കൺസെന്റ് ഇല്ലാതെയാണെങ്കിൽ അത് ആ സ്ത്രീയാണ് കൺസെന്റ് പറയേണ്ടത്. ആ കൺസെന്റ് അല്ലെങ്കിൽ കൺസെന്റ് അല്ല. അതിനെ എല്ലാ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ തള്ളിക്കളയാണ്. അത് കോൺഗ്രസ്സുകാർ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നുണ്ടെങ്കിൽ അത് തള്ളി പറഞ്ഞ മതിയാവും. അതിനെ തള്ളി പറയുക തന്നെയാണ്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ആ കുട്ടിക്ക്, ഈ പരാതിക്കാരിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സ്വീകരിക്കാം, ഇഷ്ടമുള്ള വസ്ത്രമിടാം, ഇഷ്ടമുള്ള റീലിൽ അഭിനയിക്കാം, ഇഷ്ടമുള്ള ചിത്രത്തിൽ അഭിനയിക്കാം.
അവരൊരു പരാതിയുമായി മുമ്പോട്ട് വരുമ്പോൾ നാളെ ഇതൊക്കെയാണ് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഇന്ന പ്രശ്നം ഉണ്ടായത് എന്ന് പറയുന്ന രീതി അത് കോൺഗ്രസ് സംസ്കാരമല്ല. ആ സംസ്കാരം ആരെയാണെന്ന് അറിയാമല്ലോ അല്ലെ? ആന്തൂർ സാജന്റെ ഭാര്യയെ പറ്റി ഇല്ലാ കഥ ഉണ്ടാക്കിയത് പാർട്ടി പത്രമാണ്, സോഷ്യൽ മീഡിയ അല്ല. പാർട്ടി പത്രത്തിൽ അവിഹിത CPM കേസുണ്ട്, മഹാരാഷ്ട്ര നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശ്രീ വസന്ത് 3.5 വർഷം മുമ്പ് മകളെ പോലെ കരുതിയ ഒരു വ്യക്തി വളരെ കൃത്യമായി ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിൽ ഒരു ഇടപെടലും ഉണ്ടായില്ല. ആ പെൺകുട്ടിയോട് തന്നെ ആവർത്തിച്ച് മോശം ഇടപെടലിന് അവസരം ഒരുക്കി, ഈ ആരോപണ വിധേയന് സ്ഥാനക്കയറ്റം കൊടുത്ത് അവസാനം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യത്തിലാണ് താങ്കൾ ഈ ന്യായീകരണങ്ങൾ നികത്തുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. എത്ര തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നു. ഗർഭിണിയായ ഒരു യുവതിയോട് പറയുന്ന വർത്തമാനം എന്താണ് എന്നത് നമ്മൾ കേട്ടല്ലോ. ഒരു ട്രാൻസ് വുമണിനോട് ചോദിച്ച വാക്കുകൾ എന്താണെന്ന് നമ്മൾ കേട്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുന്നത് വസന്ത്? എങ്ങനെയാണ് മുൻകാലങ്ങളിൽ അങ്ങനെ നടന്നില്ലേ ഇങ്ങനെ നടന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുന്നത്? ഞാൻ അതിനെ ന്യായീകരിച്ചിട്ടില്ല രേണു. ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഇതെല്ലാം തള്ളിക്കളയുന്നതിനോടൊപ്പം തന്നെ ചില നീലക്കുറുക്കന്മാരെ സ്പോട്ട് ചെയ്യേണ്ടതായി വരും. എന്റെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ, സ്വാഭാവികമായി അതിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പുറത്തിങ്ങനെ ചില നീലക്കുറുക്കന്മാരുണ്ട്, അവർ കൂകുമ്പോഴും കേൾക്കുന്നത് കൂകൽ തന്നെയാണ് എന്ന് പറയേണ്ടതായി വരും. നോക്കൂ, ഞങ്ങളുടെ പാർട്ടി നീലക്കുറുക്കന്മാർ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സ്വന്തം ഇടത്ത് സ്വന്തം സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുന്നവർക്കിടയിൽ ഇത്രയും പെർവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് നല്ല ബുദ്ധി ഉപദേശിക്കാനെങ്കിലും തോന്നണമല്ലോ. അതുപോലും ചെയ്യാതെ സംരക്ഷണ കവചം ഒതുക്കി സ്ഥാനക്കയറ്റം കടുത്ത് ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് അവിടെ അത് നടന്നില്ലേ, ഇവിടെ ഇത് നടന്നില്ലേ, ഞങ്ങൾ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, നാടകീയമായി വന്ന് രാജിവെക്കാൻ അവസരം ഒരുക്കിയില്ലേ എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വസന്ത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ റിയാസുദ്ദീൻ KP, ഇവിടെ ഇപ്പോ നോക്കൂ, രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിഷയത്തെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ബാലാവകാശ കമ്മീഷൻ ഈ ഗർഭഛിദ്രം നടത്താൻ ആവർത്തിച്ചാവശ്യപ്പെടുന്ന ശബ്ദ സംഭാഷണവുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വനിതാ കമ്മീഷൻ കേസ് കിട്ടിയാൽ അന്വേഷിക്കുമെന്ന് പറയുന്നു. നോക്കൂ, നിരവധി പേർ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്, വലിയ രീതിയിൽ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. റേപ്പ് ചെയ്യാൻ അനുവാദം ചോദിച്ച സംഭവത്തിന്റെ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലരും ആ രീതിയിൽ അനുഭവിച്ചവരുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിഷയത്തെ കാണാനും പരാതിക്കാരുണ്ടെങ്കിൽ അതിൽ കൃത്യമായി നടപടികൾ എടുക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ളൊരു ഒരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള വഴി തേടുമോ രാഷ്ട്രീയത്തിന് അതീതമായി? അല്ല, ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമല്ലല്ലോ രേണു. ഈ വിഷയം എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ ഈ റിനി ഇടതുപക്ഷമായിട്ടോ DYFI ആയിട്ടോ CPIയുമായിട്ട് ബന്ധപ്പെട്ട ആളാണോ? അവന്തിക ഞങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആളാണോ? സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പരാതികളുമായി മുന്നോട്ട് വരുന്ന ആർക്ക്? ഇന്നൊരു കാര്യം പറയട്ടെ. ഇന്ന് പരസ്യമായി ഇവര് അബോർഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് ഇറങ്ങിയിരുന്നു. പിതൃത്വത്തെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇറങ്ങിയിരുന്നു. അവര് ഞങ്ങളുടെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ആളാണോ? ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമല്ലല്ലോ. ഇനി ഒന്നുകൂടെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞ എവിടെ നിന്നാണ് ഈ കൂടുതൽ തെളിവുകളെല്ലാം പുറത്തു വരുന്നതെന്ന് പറ്റുമെങ്കിൽ KPCC ഒന്ന് അന്വേഷിച്ചാൽ നന്നാവും. ആരാണ്, എവിടെ നിന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നെല്ലാം അന്വേഷിച്ചോളും. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചില പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ കടന്നാക്രമിക്കാനോ വ്യക്തിപരമായി അദ്ദേഹത്തെ മറ്റു രീതിയിൽ മോശമാക്കാനൊന്നും തയ്യാറാവുന്നില്ല. പാർട്ടിക്കുള്ളിൽ എന്റെ നിലപാട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒറ്റ വാക്ക് മതി. വാക്കുകൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ പാർട്ടിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഈ നെറികേടിനെ, ഈ തെമ്മാടിത്തരത്തെ, ഈ നെറികേടിന് കൃത്യമായി ഞാൻ തുറന്ന് എതിർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചതിലൂടെ ഇവിടെ പൊതുമണ്ഡലത്തിൽ പാർട്ടി എന്നെ നിയോഗിച്ച ഒരു ഡ്യൂട്ടി അതിപ്പോ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്ന് മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു നീചമായ കർമ്മത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത് ശരിയായില്ല എന്നാണ് ഒരു കാര്യം പറയുന്നത്. മറ്റൊന്ന്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സിക്കപ്പെടേണ്ട ഒരു അസുഖമാണ്. ഒന്ന്, ഇയാളുടെ പ്രായമൊക്കെ വെച്ച് കഴിയുമെങ്കിൽ, ഇനിയിപ്പോ പെണ്ണ് കിട്ടുമെന്ന് അറിയില്ല, പെണ്ണ് കിട്ടുമെങ്കിൽ ഒന്ന് കെട്ടിക്കണം. അറിയാവുന്ന കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്നും ഒരു ആലോചന
നടത്തി ഒരു വിവാഹമൊക്കെ നടത്താൻ പ്രയാസമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. നേരത്തേക്കാണെങ്കിൽ MLA ആണ് എന്നുള്ള പേരൊക്കെ ഉപയോഗപ്പെടുത്തി വേണമെങ്കിൽ കല്യാണം കഴിക്കായിരുന്നു. അപ്പൊ യൂത്ത് കോൺഗ്രസ് ധാരാളം മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ അസുഖം ഞാൻ പറയാം രേണു ഇത്തരത്തിൽ അസുഖം മാറ്റാനുള്ള പ്രതിവിധിയല്ല പെണ്ണുകെട്ടൽ എന്ന് എനിക്ക് ഈ സമയത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല. കാരണം തെറ്റായ സന്ദേശം കൊടുക്കാൻ പാടില്ല. ഏതെങ്കിലും അസുഖത്തിനുള്ള ചികിത്സയാണ് കല്യാണം എന്നോ അല്ലെങ്കിൽ സ്ത്രീകൾ എന്നോ പറയാൻ അങ്ങനെ ഒരു സന്ദേശം വരുന്ന കാര്യം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം അത് പിൻവലിച്ചു എന്നതാണ്. അങ്ങനെ ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കാൻ പാടില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നാട്ടിലുള്ള ആളുകളോടൊക്കെ ഈ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്ന ഒന്ന് അടക്കി വെക്കാൻ കഴിയാത്ത മാനസിക നിലയിലുള്ള ആളുകൾക്ക് മറ്റ് മാനസികമായും മറ്റുമുള്ള ചികിത്സ ലഭ്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ അങ്ങനെ ഏതെങ്കിലും ലൈംഗികമായിട്ടുള്ള വൈകല്യം അനുഭവിക്കേണ്ടവരല്ല ഭാര്യമാരായിട്ട് വരുന്നവർ. അവർക്കും അങ്ങനെ ഒരു ബാധ്യതയും ഇല്ല. ശ്രീ റിയാസുദ്ദീൻ, എനിക്ക് സമയം തീരെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ധാരണ പിശകുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഭാര്യ ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക വൈകൃതം അനുഭവിക്കേണ്ടവരെന്നൊന്നുമില്ല. അതൊരു പരിഹാരമല്ല. എനിക്ക് സമയം തീരെയില്ല. ശ്രീ അനൂപ് പാപ്പച്ചൻ, ഇവിടെ ഈ യുവ നേതാവ് വന്ന് രാജി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനത് ഓൺ ചെയ്യുന്നില്ല, അഭിപ്രായം പങ്കുവെച്ചില്ല. ഞാൻ അതിൽ നിന്ന് കാര്യങ്ങളോട് വലിയ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാണ്. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാണ് നീലക്കുറുക്കനെന്നും അദ്ദേഹത്തിന്റെ ചെയ്തികൾ എന്താണെന്നും എല്ലാം പുറത്തു വന്നത് രാഷ്ട്രീയ വിഷയം മാത്രമല്ല. ഞങ്ങൾ അതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല. ഇവിടെ നേരത്തെ ടീച്ചർ ഉൾപ്പെടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഉൾപ്പെടെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകളുടെ എനിക്ക് അനുവിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അനു, ഇവിടെ ആവർത്തിച്ച് പരാതി എവിടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഈ പാനലിസ്റ്റിൽ